പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ KPCC അധ്യക്ഷന് പരാതി നൽകി കോൺഗ്രസ് സഹയാത്രിക MA ഷഹനാസ്. നിങ്ങൾക്ക് ഷഹനാസിനെയാണോ ഇഷ്ടം, നമ്മുടെ ശ്രീനാദേവി കുഞ്ഞമ്മയാണോ ഇഷ്ടം? ധൈര്യമായിട്ടൊന്ന് കമന്റ് ഇട്ടെ, ഒന്ന് കാണാനുള്ള കൊതി കൊണ്ട് തന്നെ. പിന്നെ അതുപോലെ തന്നെ രാഹുൽ, ജസ്റ്റിസ് ഫോർ രാഹുൽ എന്നും കൂടെ കൊടുത്തിട്ട് നിങ്ങളുടെ ആ അഭിപ്രായം കൂടെ പറയുക. പിന്നെ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. രാഹുലിന്റെ വിഷയം ഇത് 6 മാസം കൊണ്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ ഒന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇലക്ഷൻ സമയമാകുമ്പോൾ വീണ്ടും ഒരു പെൺകുട്ടി അവർ രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടി ഇരിക്കുക. എന്തായാലും നമ്മളിപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക. എന്നും ഒരെണ്ണമെങ്കിലും രാഹുലിന്റെ വിഷയം ഞാൻ ചെയ്തിരിക്കും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ ഒന്ന് സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക, ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക. ഷഹനാസ്, നമ്മുടെ ശ്രീനാദേവി കുഞ്ഞമ്മ, ഇവർ തമ്മിൽ ഇപ്പോൾ വിഷയം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. KPCC കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കംപ്ലൈൻറ്റ് കൊണ്ട് കൊടുത്തു. ആര്? നമ്മുടെ ഷഹനാസ് ചേച്ചി മടുത്ത് കേട്ടോ. ചേച്ചി ശരിക്കും മടുത്തിരിക്കുകയാണ് ഗൈസ്, മടുത്തിരിക്കുകയാണ്. ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചേച്ചി അങ്ങ് സൗകര്യം കെടുത്തുക രീതിയിലാണ്. കിടത്തട്ടെ. നിനക്കൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിപ്പിക്കുകയാണെങ്കിൽ, അതിനെ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ, ഒരു പെണ്ണായ ഒരു പെണ്ണ് നിനക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? എന്തെങ്കിലും ആട്ടെ. എന്തായാലും ഷഹനാസിനെതിരെ ശ്രീനാദേവി കുഞ്ഞമ്മ നല്ല പണിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പെണ്ണ് തന്നെ ഒരു പെണ്ണിനിട്ട് കൊടുക്കുമ്പോഴും അതൊരു കാണാൻ ഉമ്മ തന്നെ അല്ലേ? കാരണം ഇച്ചിരി അഹങ്കാരം കൂടി അങ്ങിരിക്കുകയാണ്. ഷഹനാസ് എന്നെതിരെ രാഹുൽ എന്തെങ്കിലും മോശമായിട്ട് ചെയ്തോ? ഇല്ല. ആദ്യ പീഡന പരാതി വന്ന സമയത്തും രാഹുലിനെ പേഴ്സണലി വിളിച്ച് സപ്പോർട്ട് ചെയ്ത ഷഹനാസ് പിന്നീട് അതങ്ങ് മാറ്റി പറയാൻ തുടങ്ങി. എനിക്കും അനുഭവം ഉണ്ടെന്നുള്ള രീതി സംസാരം. ആദ്യത്തെ വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയ വൈറലായതാണ്. ഇപ്പം രണ്ടാമത്തെ പെൺകുട്ടി വന്ന സമയത്ത് രാഹുലിനെതിരെ മോശമായിട്ടുള്ള രീതിയിൽ ഇവർ സംസാരിച്ചപ്പോൾ ഇപ്പോൾ കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളും കുറച്ച് സപ്പോർട്ടും കയറി അങ്ങോട്ട് വന്ന് അത് കഴിഞ്ഞപ്പോൾ കിടക്കുന്നു. ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി ഉടായ്പാന്ന്. ജനങ്ങൾ പൊളിച്ചടിക്കുക അങ്ങ് കൊടുത്ത്. ഇപ്പം ശ്രീനയും കൂടെ വന്നപ്പോഴത്തേക്ക് ചേച്ചിയുടെ അടപ്പ് തെറിക്കുകയാണ്. നാണം കെട്ടില്ല. കൊച്ചു പിള്ളേരെ പോലെ ഇരുന്ന് ഇല്ല കമ്പിളി പുതപ്പെന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന് സ്റ്റാറ്റസും കാര്യങ്ങളും ഇടുകയൊക്കെ ചെയ്യുക, പോസ്റ്റും കാര്യങ്ങളൊക്കെ. എന്തിന് ഷഹനാസേ? സ്വയം നാറി അല്ലാതെ എന്ത് പറയാനാ? എന്തായാലും ഇന്നത്തെ ആ ന്യൂസ് ഒന്ന് ഞാൻ വെച്ചുതരാം. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ KPCC അധ്യക്ഷന് പരാതി നൽകി കോൺഗ്രസ് സഹയാത്രിക MA ഷഹനാസ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അപവാദ പ്രചരണം നടത്തുന്നുവെന്നാണ് പരാതി. ഷഹനാസ് വ്യാജ IAS ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയോ എന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് UPSCക്ക് പരാതി നൽകിയതായി ശ്രീനാദേവി ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, ഇവർ തമ്മിലുള്ള ഈ ഒരു പരസ്പര പോര് അതിന് കുറച്ച് ദിവസത്തെ പഴക്കമുണ്ട്. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഗൗരവമായി എത്തുകയാണോ ഇത്? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതികൾ പുറത്തു വന്നതിനെ തുടർന്നാണ് MA ഷഹനാസ് തനിക്ക് നേരെയും മോശമായ രീതിയിലുള്ള പെരുമാറ്റം അല്ലെങ്കിൽ അതിൻ്റെ സൂചനകളുള്ള പെരുമാറ്റം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് വെളിപ്പെടുത്തി മാധ്യമങ്ങളെ കാണുകയും പിന്നീട് എൻ്റെ പൊന്നെ, എന്തുകൊണ്ട് ഇത് നേരത്തെ വെളിപ്പെടുത്തിയില്ല? ആദ്യത്തെ പെൺകുട്ടി വന്ന സമയത്ത് ഈ ഷഹനാസ് രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് പേഴ്സണലി മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നീ അവർക്കെതിരെ തിരിച്ച് കേസ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ്. അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു ഈ ഷഹനാസ്. പിന്നെ ഷഹനാസ് അത് മാറ്റി പറഞ്ഞു. സോഷ്യൽ മീഡിയ മൊത്തം ഷഹനാസ് അത് പറയുന്നുണ്ടായിരുന്നു. എനിക്കിങ്ങനെയുള്ള അനുഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ പെണ്ണിന്റെ കേസ് ആയിട്ട് വന്ന സമയത്ത് രാഹുൽ ശരിയല്ല എന്ന് പറഞ്ഞപ്പോഴും പോലും ഷഹനാസ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നീട് ഷഹനാസ് അത് മാറ്റി പറഞ്ഞു. ആർക്ക് വേണ്ടി? കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കന്മാർ വല്ലതും പറഞ്ഞിട്ടാണോ ഇനി ഷഹനാസ് അങ്ങനെ മാറ്റി പറഞ്ഞത്? റിനി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അത് ട്രാപ്പ്, നല്ലൊരു ട്രാപ്പ്. എന്നിട്ട് ഇപ്പോൾ അവളോ നൈസായിട്ട് അങ്ങ് സ്കിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അവൾ സോഷ്യൽ മീഡിയയിലും എല്ലാത്തും വന്നിട്ട് രാഹുലിനെ കുറ്റം പറയുന്നുണ്ട്, പേര് പറയാതെ കുറ്റം പറയുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നത് ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, ഞാൻ ആരെയും ഇതും പറയുന്നില്ല. പക്ഷെ രാഹുലിന്റെ എല്ലാ കാര്യത്തിനും വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാനെന്ന് പറഞ്ഞാൽ റിനി വരുന്നുണ്ട്. ഇവിടെ സ്ത്രീകളുടെ എത്ര വിഷയങ്ങൾ കേരളത്തിൽ നടന്നു. ഒരു മോട്ടിവേഷൻ എടുത്ത് നടക്കുന്ന ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു പരനാറി 16 വയസ്സുള്ള ഒരു കൊച്ചിനെ നശിപ്പിച്ച് 16 വയസ്സുള്ള ആ സമയത്ത് ആ കൊച്ചിന് വേണ്ടി സംസാരിക്കാൻ ഇവിടെയുള്ള ഒരു ഫെമിനിസ്റ്റുമാരും അത് മാത്രമല്ല ഇതുപോലുള്ള പ്രവർത്തകന്മാരൊന്നും ഞാനൊന്നും കണ്ടില്ലല്ലോ. ഈ പറയുന്ന ഷഹനാസിനെ പോലുള്ളവന്മാരും റിനിയെ പോലുള്ളവന്മാരൊക്കെ എവിടെ പോയി? ഇത് പൊളിറ്റിക്സിന്റെ കളികൾ മാത്രമേ. ഇതിവിടെ പാർട്ടിപരമായിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാർ, അതായത് വളർന്നു വരുന്ന ചെറുപ്പക്കാരെകളെ നശിപ്പിക്കാൻ ഇവിടെ പോലുള്ളവന്മാരെയൊക്കെ എന്താ പറയുക, തെരുവിലെ പെണ്ണുങ്ങൾ ഇതിനകളും പക്കയാണ് ഈ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ടീംസ്. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൂടി പോകും. അതിന് കൂടുതൽ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അത്ര ചീപ്പായിട്ടുള്ള രീതിയിലാണ് ഇവളുമാർ കാണിച്ചു കൂട്ടുന്നത്.
ഫേസ്ബുക്ക് പോസ്റ്റിടും ഒക്കെ ചെയ്തത്. ഇതേ തുടർന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മയും ഇവരും തമ്മിൽ വലിയ പോരാട്ടം സൈബർ അടുത്ത് നടന്നത്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ നേരത്തെ മുതൽ, അതായത് CPIയിൽ നിന്ന സമയം മുതൽ അത്തരം നിലപാടെടുത്തിരുന്നു. പിന്നീട് കോൺഗ്രസിലെത്തിയപ്പോഴും ആ നിലപാടുകൾ ആവർത്തിക്കുകയാണ് ചെയ്തത്. എന്തായാലും കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചില വെളിപ്പെടുത്തലുകൾ ഷഹനാസ് നടത്തിയിരുന്നു. അതേ തുടർന്ന് സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിൽ നിന്നും വലിയ ആക്രമണം ഇവർക്ക് നേരിടേണ്ടി വന്നിരുന്നു. ഇതേ തുടർന്ന് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇന്നലെ ഈ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് IAS ലഭിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ മെഹന്തി ഇടുന്ന പടമിടുന്നു, 2 ID കാർഡില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബീച്ചിൽ ഇരുന്ന് കുമിളവിടുന്ന പടമിടുന്നു, പബ്ലിക്കേഷൻ സ്ഥാപനം നടത്തുന്ന നിങ്ങൾക്ക് 2 അക്കൗണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് മഞ്ചേരിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ചിത്രമിടുന്നു. അങ്ങനെ ഇവരുടെ വ്യക്തിപരമായ പല കാര്യങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്ന രീതിയിലാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഒപ്പം UPSCക്ക് ഈ UPSCയിൽ സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞവർക്ക് കോളേജിൽ പഠിക്കുന്ന കാലത്ത് സ്വീകരണം നൽകിയിരുന്നതടക്കമുള്ള ചില ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. അക്കാര്യം IAS കാര്യമാണെന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ ആൾക്കാരെ പറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുന്നു, ഇവര് എന്ത് നിലവാരമുള്ള ഒരു സ്ത്രീയാണ്. ഒരു എഴുത്തുകാരുടെ സംസാരങ്ങൾ നിങ്ങൾ ഈ അടുത്ത സമയത്ത് രാഹുലിനെതിരെയുള്ള പ്രസ് മീറ്റും കാര്യങ്ങളും കാണണമായിരുന്നു. ആ പ്രസ് മീറ്റിൽ തന്നെ വിളിച്ച് പറഞ്ഞ ഓരോ തോന്നിവാസ വർത്തമാനങ്ങൾ അത് ഒരു മനുഷ്യനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവൻ അതാണ് എന്തോ വൈകൃതമുള്ളവനാണ്, അവൻ കോഴിയാണ്, അങ്ങനെയാണ്, അവൻ മറ്റവനാണ്, അങ്ങിരുന്നില്ല ചന്തകളിരുന്ന് സംസാരിക്കുന്ന പോലെ അങ്ങ് സംസാരമായിരുന്നു. എന്നിട്ട് ആർക്കോ എവിടെ പോയി? ഇപ്പൊ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിപ്പോയില്ലേ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഈ ഷഹനാസിനെ കുറിച്ച് ഇട്ടാൽ നാറ്റക്കേസാണ്. ആൾക്കാർ അതുപോലത്തെ രീതിയിലാണ് എഴുതി പിടിപ്പിക്കുന്നത്. റിനി ആൻഡ് ജോർജ് ആയിരുന്നു ആദ്യം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത്. ദേ കിടക്കുന്നത് പെട്ടെന്ന് ദേവദൂതയെ പോലെ ചേച്ചി കടന്നു വരികയും ചെയ്ത് ഇവിടുന്ന് സൈഡായി പോയൊരു വ്യക്തിയാണ് റിനിക്ക് ഈ ഒരു വിഷയത്തിൽ നിന്ന് ചീത്തപ്പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി ഒരു നല്ലൊരു സിനിമയിലൊരു അവസരം കിട്ടുമോ? നിങ്ങളതിനൊന്ന് ആലോചിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു സീരിയലെങ്കിലും കിട്ടുമോ? അതും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഷഹനാസിന്റെ എന്തിനു വേണ്ടിയാണ് ഷഹനാസെ ഒരു പുട്ടിയും കുറെ ഫിൽറ്ററും അതും അതൊക്കെ കയറ്റിയിട്ടൊന്നും പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ട് കാര്യമില്ല. ഇറങ്ങണം, ജനങ്ങളുടെ കൂടെ ഇറങ്ങിയിട്ട് അവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അല്ലാതെ കോഴിക്കോട് ബീച്ചിൽ മാത്രം ഇരുന്നിട്ട് ഈ പറയുന്ന എന്താ പറയണ്ട, ഈ മാങ്ങയും ഈ പറഞ്ഞ പപ്പായയും കടച്ചക്കയൊക്കെ ഇരുന്ന് തിന്നുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങണം. കപ്പലിൻ്റെയൊക്കെ തിന്നുകൊണ്ടിരുന്നാലേ പ്രവർത്തനമൊന്നും പറയത്തില്ല. കുറെ ആൾക്കാരുണ്ട് ഇലക്ഷൻ സമയമാകുമ്പോൾ മാത്രം ഇറങ്ങി അങ്ങോട്ട് പുട്ടിയിട്ട് അങ്ങോട്ട് ഇറന്നിട്ട് അമ്മേ 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 അച്ഛ 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 നമുക്ക് വികസനം വേണ്ട, കോപ്പ് വേണേ മെറ്റയാണെന്ന് പറഞ്ഞ് കാല് പിടിക്കാൻ ചെയ്തത്. കോൺഗ്രസിലാണെങ്കിൽ പോലും, കമ്മ്യൂണിസ്റ്റിലാണെങ്കിലും ശരി, BJPയിലാണെങ്കിലും ശരി, ആ സമയത്ത് ഇറങ്ങുന്ന കുറെ നാളുകളുണ്ട്. ഇവരെ പോലുള്ളവരൊന്നും അടുപ്പിക്കരുത്. മനസ്സിലാക്കി ജനങ്ങൾക്ക് ഗുണമുള്ളവരെ മാത്രം അടുപ്പിക്കാൻ ശ്രമിക്കുക. കുറെ ആൾക്കാരുണ്ട്, ഓക്കെ നമ്മുടെ അണ്ണൻ വരുന്നുണ്ട്, അണ്ണൻ്റെ ഭാര്യയായിരിക്കും നിൽക്കുന്നത്, അവരെങ്ങ് ജയിപ്പിച്ചു തരാം. അണ്ണൻ്റെ ഭാര്യയാണ് നിൽക്കുന്നത് ഇലക്ഷന്. അണ്ണനോടുള്ള സ്നേഹം കൊണ്ട് ഭാര്യയ്ക്ക് കൂട്ടുകൊടുത്തിട്ട് ഭാര്യയാണ് പ്രവർത്തിക്കേണ്ടത്. നാളെ ഒരു കാര്യത്തിന് നിങ്ങൾ വിളിച്ചാൽ വരണം. പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ വിളിച്ചാൽ വരണം, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെയുള്ളവരെ മാത്രം നിർത്തണം. ഇവിടെ പോലുള്ള ഷഹനാസിനെ പോലുള്ളവളെ കുട്ടിയൊക്കെ ഇട്ട് നിൽക്കുന്നവളൊന്നും ഒരു കാലത്തും രാഷ്ട്രീയ ഭാവി MLA അല്ല, പഞ്ചായത്തിൽ നിന്നാൽ പോലും 8 നില പൊട്ടിപ്പോവും. 100% ഉറപ്പാണ്. ഇനി നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. പിന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ വേറെ ലെവലാവട്ടോ. അവർ വേറെ ലെവലെന്ന് പറഞ്ഞാൽ അവരുടെ CPM വർക്ക് ചെയ്തൊരു സ്ത്രീയാണ്. അവിടുത്തെ കള്ളങ്ങളും കാര്യങ്ങളൊക്കെ പൊളിച്ചടിക്കൊരു ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കോൺഗ്രസിലോട്ട് വന്നിട്ടുണ്ട്. അവർ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട്, അതിപ്പോൾ കോൺഗ്രസിൽ നിന്ന് മോശമായിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ അവർക്കെതിരെ ആണെങ്കിൽ പോലും അവർ സംസാരിക്കുന്നുണ്ട്. അവിടെ എന്ത് കാണിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ സ്റ്റാൻഡ് ഒന്ന്. ബന്ധപ്പെട്ട് UPSCക്ക് പരാതി നൽകിയെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇതിനെതിരെയാണ് MI ഷഹനാസ് ഇപ്പോൾ KPCC പ്രസിഡന്റ് പരാതി നൽകിയിരിക്കുന്നത്. താൻ കോൺഗ്രസുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കോൺഗ്രസിൻ്റെ സാംസ്കാരിക സംഘടനയുടെ തലപ്പത്ത് ഒരുപാട് നാൾ ഇരുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. തൻ്റെ കൂടെ നിലപാടുകൾക്കുള്ള അംഗീകാരമായാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായ ആൾ ഇത്തരത്തിൽ മോശമായ പെരുമാറ്റം അല്ലെങ്കിൽ പെരുമാറുന്നത് ശരിയല്ല. തൻ്റെ ചിത്രമടക്കം ദുരുപയോഗം ചെയ്താണ് സമൂഹ മാധ്യമത്തിൽ കുറിപ്പിട്ടിരിക്കുന്നത്. തങ്ങൾ 2 പേരും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ആയതുകൊണ്ട് തന്നെയാണ് ആദ്യം പൊതുമധ്യത്തിലേക്ക് ഈ പരാതി വലിച്ചഴിക്കാതെ അല്ലെങ്കിൽ നിയമപരമായ നടപടികൾക്ക് വിധേയമാവാതെ KPCC പ്രസിഡന്റ് തന്നെ ഈ പരാതി നൽകുന്നത്. ഇത് അന്വേഷിച്ച് ഉചിതമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ഷഹനാസ് ആവശ്യപ്പെടുന്നത്. നേരത്തെ തനിക്ക് നേരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം ഉണ്ടാകുന്നു എന്ന് ആരോപിച്ച് മുഖ്യമന്ത്രിക്കടക്കം അവർ നേരിട്ട് പരാതി നൽകുകയും ചെയ്തു. അത് കോൺഗ്രസ്സുകാരല്ലേ കിട്ടിയിരിക്കുന്നത്. എന്തായാലും അവർ നല്ലൊരു നിലപാടെടുക്കട്ടെ. കോൺഗ്രസ്സുകാർ നിലപാടെടുത്ത് അന്വേഷിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇരിക്കട്ടെ. ചിലപ്പോൾ തീർപ്പി വരും. ഷഹനാസേ, അഹങ്കാരത്തിന്റെ ഫലമാണ്. പറഞ്ഞു മനസ്സിലായി. ഇപ്പോൾ കോൺഗ്രസ്സുകാർ പോലും നിന്റെ കൂടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടുത്തുചാട്ടം ആപത്തി ചെന്ന് അവസാനിക്കും. എന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്തായാലും ആർക്കോട് കൂടെ നിൽക്കണമെന്ന്. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.